മഴ കെടുതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നില പെയ്ത മഴയുടെ കെടുതിയുടെ അവശിഷ്ടങ്ങളാണ് ഇന്നിപ്പോഴുള്ളത്. മഴ പലയിടത്തും തോർന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് ജലനിരപ്പ് താഴ്ന്നു. വടക്കൻ കേരളത്തിൽ ചില നദികളിലേക്ക് ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതങ്ങനെയാണ് സംഭവിക്കുക. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം പൊതുവെ കേരളത്തിൽ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിൽ ശക്തമായ മഴയാണ്. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ ജീപ്പ് ഷെഡിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ് ഷെഡും ജീപ്പും തകർന്നു. പ്രേക്ഷകർ ഇത് കാണുന്നത് ഭാരതപ്പുഴയാണ്. ഒറ്റപ്പാലത്ത് ആദിത്യ നഗറിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഒറ്റപ്പാലം മീറ്റിന, തടയണ, മായന്നൂർ, ഉരുക്ക് തടയണ, ഷൊർണൂർ തടയണ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് ഉയർന്നു. കണ്ണയമ്പുറം തോട്, ഈസ്റ്റ് ഒറ്റപ്പാലം തോട് എന്നിവയും നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകുന്നത്. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. പാലക്കാട് പൊതുവെ എങ്ങനെയാണ്? ഈ ഷൊർണൂർ ഒറ്റപ്പാലം മാത്രമേ ഉള്ളൂ? അതല്ല മണ്ണാർക്കാട്, പാലക്കാട്, അട്ടപ്പാടി മേഖലകളിൽ മഴയില്ലേ? എന്താണ് പൊതുവെ പാലക്കാട് ജില്ലയിലെ ഒരു അവസ്ഥ? ഈ കരകവിഞ്ഞൊഴുകുന്ന നദികൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടോ? അരുൺകുമാർ, ഇപ്പോൾ പാലക്കാടിന്റെ നഗരപ്രദേശങ്ങളിൽ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പസമയം മുമ്പാണ് ചെറിയൊരു ചാറ്റൽ മഴ പാലക്കാട് നഗരത്തിൽ പെയ്തു തുടങ്ങിയിട്ടുള്ളൂ. പുലർച്ചെ മുതൽ തന്നെ മഴ പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിൽ മഴ ഇടയ്ക്ക് ശക്തി ആർജിച്ചിരുന്നു. ഇടവിട്ട് മഴ ശക്തമായി തന്നെ പെയ്തിരുന്നു. ഇതിനിടയിലാണ് ഭാരതപ്പുഴയിൽ ഈ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഒറ്റപ്പാലം മീറ്റ്ന തടയണയും അതുപോലെ തന്നെ മാന്നന്നൂർ ഉരുക്ക് തടയണയും ഷൊർണൂർ തടയണയും എല്ലാം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള ചില തടയണ അതുപോലെ തന്നെ ഈ തോടുകൾ ഉൾപ്പെടെ നിറഞ്ഞു കവിയുകയും ചെയ്തു. വാണിയംകുളം അനങ്ങനടി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കോതയൂർ പനന്തോട് നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് അവിടെ ആദിത്യ നഗറിലെ 8ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഇതൊഴിച്ചാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് മഴയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അട്ടപ്പാടിയിൽ ഒരു മരം വീണ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ ജീപ്പ് ഷെഡിലേക്കാണ് ഒരു കൂറ്റൻ മരം കടപുഴകി വീണത്. ജീപ്പ് ഷെഡും ജീപ്പും ചെറിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. റേഞ്ച് ഓഫീസറുടെ ക്വാർട്ടേഴ്സിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വിവരം. പൊതുവെ പാലക്കാട് ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതൽ മഴ വിട്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അരുൺകുമാർ, ഓക്കെ, ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഈ സാധാരണ രീതിയിൽ ഭാരതപ്പുഴ ഇങ്ങനെ നിറഞ്ഞു കഴിയണമെങ്കിൽ ഒരു നല്ല വൃത്തിയായിട്ടൊരു മഴ പെയ്യണം. അപ്പോഴാണ് ഇരു കരയും തൊട്ട് ഭാരതപ്പുഴ പോകത്തുള്ളൂ. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ പോഷക നദികളിലൊക്കെ വെള്ളം പൊങ്ങും. അങ്ങനെ പൊങ്ങിയാൽ അതിൻ്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇക്ബാൽ ഇറക്കലാണ് പാലക്കാട് നിന്നും റിപ്പോർട്ട് നൽകിയത്.